ഒന്നാലോചിച്ച് നോക്കൂ, ഒരു ആശയം അതെങ്ങനെയാണ് 1200 വർഷം നിലനിൽക്കുന്നത്? വെറുമൊരു ആശയമല്ല കേട്ടോ. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും പിന്തുടരുന്ന ഒരു വലിയ വിജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, നമ്മൾ ഇന്ന് ചുരുളഴിക്കാൻ പോകുന്നത് ഷാഫി മദ്ഹബിന്റെ ആ അവിശ്വസനീയമായ കഥയാണ്. ഒരാൾ പഠിപ്പിച്ച കാര്യങ്ങൾ അത് തലമുറകൾ കൈമാറി ഒരു 1200 വർഷം കഴിഞ്ഞ് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ പാരമ്പര്യമായി മാറുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന ചോദ്യം. ഷാഫി മദ്ഹബിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ ഈ 1200 വർഷത്തെ ചരിത്രം ഒറ്റയടിക്ക് നോക്കിയാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഒരു സ്ഥാപകൻ തുടങ്ങിവെക്കുന്നു, പിന്നെ അത് പടർന്നു പന്തലിക്കുന്നു, ആ വളർച്ചയൊന്ന് ചിട്ടപ്പെടുത്തുന്നു, പിന്നൊരു വലിയ ശുദ്ധീകരണം നടക്കുന്നു, ഒടുവിൽ എല്ലാം ക്രോഡീകരിച്ച് ഒരു ഫൈനൽ രൂപത്തിലാക്കുന്നു. നമുക്ക് ഓരോ സ്റ്റേജായിട്ട് വിശദമായി നോക്കാം, അല്ലേ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഇമാം ഷാഫിയുടെ മരണത്തിന് തൊട്ടുശേഷമാണ്. സ്ഥലം ഈജിപ്ത്, വർഷം ഹിജ്റ 204. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ 3 പ്രധാന ശിഷ്യന്മാർ ആ വലിയ പൈതൃകത്തിന്റെ ആദ്യത്തെ കാവൽക്കാരായി മാറുന്നത്. അവരാണ് ഇതിന്റെ എല്ലാം അടിത്തറയിട്ടത്. ഏതൊരു പ്രസ്ഥാനത്തിനും ഒരു പിൻഗാമി വേണമല്ലോ. ഇമാം ഷാഫി പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യൻ അൽ ബുവൈത്തിയെയായിരുന്നു. അദ്ദേഹമാണ് ആ ടീച്ചിംഗ് സർക്കിളിന്, ആ വിജ്ഞാന സദസ്സിന് നേതൃത്വം കൊടുത്തു മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ആ ആദ്യഘട്ടത്തിലെ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ സംഭാവന കൊടുത്തത് അൽ മുസനിയാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇമാം ഷാഫിയുടെ ആ വലിയ പഠനങ്ങളെയെല്ലാം മുക്തസർ എന്ന പേരിൽ ഒരൊറ്റ പുസ്തകത്തിലേക്ക് സംഗ്രഹിച്ചു. നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ, ഈ ഒരൊറ്റ പുസ്തകം പിന്നീട് നൂറ്റാണ്ടുകളോളം ആ മദ്ഹബ് മുഴുവൻ പഠിക്കാൻ ഉപയോഗിച്ച അടിസ്ഥാന ടെക്സ്റ്റ് ബുക്കായി മാറി. അത്രയും വലിയ ഇമ്പാക്റ്റായിരുന്നു അതിന്. ഇപ്പോ ചുരുക്കെഴുത്തുകൾ മാത്രം പോരല്ലോ ഒരു പാരമ്പര്യം നിലനിൽക്കാൻ. അതിന്റെ ഒറിജിനൽ സോഴ്സുകൾ, യഥാർത്ഥ ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കണ്ടേ? ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത ആളാണ് അൽ മുറാദി. അദ്ദേഹത്തിന്റെ ഗുരു മരിച്ച് 66 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. ആ നീണ്ട കാലം മുഴുവൻ അദ്ദേഹം ജീവിച്ചത് ഒരൊറ്റ കാര്യത്തിനായിരുന്നു: ഇമാം ഷാഫിയുടെ ഒറിജിനൽ പുസ്തകങ്ങൾ ഒരു മാറ്റവും വരുത്താതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ. ആ ഒരു സമർപ്പണമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ അറിവിന്റെ വലിയൊരു ഭാഗം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ. അപ്പോൾ നോക്കൂ, എത്ര ശക്തമായൊരു അടിത്തറയാണ് അവരിട്ടത്. സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? വ്യാപനം. ഈജിപ്തിലെ ആ ചെറിയൊരു പഠനവലയത്തിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ അറിവ് എങ്ങനെ പടർന്നു നമുക്ക് നോക്കാം. ഇതൊരു വെറും പേരുകളുടെ ലിസ്റ്റായിട്ട് കാണരുത്. ഇതിലെ ഓരോ പേരിനു പിന്നിലും ഒരു യാത്രയുടെ കഥയുണ്ട്. ഓരോ പണ്ഡിതനും ഈ അറിവ് അവരുടെ കൂടെ കൊണ്ടുപോയി പുതിയ നാളുകളിലെത്തിച്ചു. ഒരാൾ ബഗ്ദാദിലേക്ക്, മറ്റൊരാൾ ഡമാസ്കസിലേക്ക്, വേറൊരാൾ ഖുറാസാനിലേക്ക്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ഷാഫി മദ്ഹബിന്റെ വിത്തുകൾ പാകപ്പെട്ടു. ഒരു ആശയം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വളരുമ്പോൾ സ്വാഭാവികമായും അതിൽ ചില പ്രാദേശികമായ വൈവിധ്യങ്ങൾ വരും, അല്ലേ? ഷാഫി മദ്ഹബിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഇറാഖിലും ഖുറാസാനിലുമായി 2 പ്രധാന പഠനരീതികൾ, അല്ലെങ്കിൽ 2 സ്കൂൾസ് ഓഫ് തോട്ട് തന്നെ രൂപപ്പെട്ടു. എന്തായിരുന്നു അവ തമ്മിലുള്ള വ്യത്യാസം? ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു മത്സരമായിരുന്നില്ല. ഇമാം നവവി ഇതിനെപ്പറ്റി പറയുന്നത്, ഇറാഖികൾ ഒറിജിനൽ സോഴ്സുകൾ ഒരു മാറ്റവും വരാതെ കൈമാറുന്നതിൽ ഭയങ്കര സൂക്ഷ്മതയുള്ളവരായിരുന്നു. അതേസമയം ഖുറാസാനികൾ കിട്ടിയ അറിവുകളെ ഭംഗിയായി ചിട്ടപ്പെടുത്തുന്നതിലും അതിൽ നിന്ന് പുതിയ നിയമതത്വങ്ങൾ വികസിപ്പിക്കുന്നതിലും മിടുക്കരായിരുന്നു. അതായത് രണ്ടും 2 രീതിയിൽ മദ്ഹബിനെ കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡായല്ലേ? 100 കണക്കിന് പുസ്തകങ്ങൾ, പിന്നെ 2 പ്രധാനപ്പെട്ട പഠനരീതികൾ. ഇതൊക്കെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ മദ്ഹബിനെ ഒന്നായിട്ട് ഒരു കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഇതായിരുന്നു ഏകദേശം 4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അവർ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ വെല്ലുവിളിക്കുള്ള ഉത്തരമായിരുന്നു തൻകീഹ് എന്ന വാക്ക്. എന്താണീ തൻകീഹ്? സിമ്പിളായി പറഞ്ഞാൽ അരിച്ചെടുക്കൽ. അതായത് നിലവിലുള്ള ആ വലിയ വിജ്ഞാനശേഖരത്തിൽ നിന്ന് ഏറ്റവും ശരിയായ, ഏറ്റവും പ്രബലമായ അഭിപ്രായങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി വേർതിരിക്കുന്ന ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രക്രിയയാണ് മദ്ഹബ് പല കഷ്ണങ്ങളായി ചിതറിപ്പോകാതെ ഒരുമിച്ച് നിർത്തിയത്. ഈ തൻകീഹ് എന്നു പറയുന്ന വലിയ ദൗത്യം ഏറ്റെടുക്കാനായി 2 ഇതിഹാസങ്ങൾ തന്നെ രംഗത്തു വന്നു. ഷാഫി മദ്ഹബിന്റെ ചരിത്രത്തിൽ പിന്നീട് അഷെയ്ഹാൻ അഥവാ 2 ഷെയ്ഖുമാർ എന്ന പേരിൽ അറിയപ്പെട്ടവർ, ഇമാം റാഫിയും ഇമാം നവവിയും. ഇവരുടെ 2 പേരുടെയും റോൾ ഒരു ടീം വർക്ക് പോലെയായിരുന്നു. ഇമാം റാഫിയെയാണ് ആദ്യം ആ വലിയ ജോലി ഏറ്റെടുത്തത്. മദ്ഹബിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അഭിപ്രായങ്ങളും വിശദമായി പരിശോധിച്ച് ഒരു തീർപ്പിലെത്തി.
പിന്നീട് വന്ന ഇമാം നവവി ഇമാം റാഫിയയുടെ ആ വലിയ വർക്കിനെ അടിസ്ഥാനമാക്കി അതിനെ വളരെ ലളിതവും സംക്ഷിപ്തവുമായ പുസ്തകങ്ങളാക്കി മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഫൗണ്ടേഷൻ ഇട്ടു, മറ്റൊരാൾ അതിനു മുകളിൽ ഭംഗിയുള്ള കെട്ടിടം പണിതു എന്ന് പറയാം. അപ്പോ ഈ രണ്ടു ഷെയ്ഖുമാരും ചേർന്ന് ഒരു തകർക്കാൻ പറ്റാത്ത അടിത്തറയുണ്ടാക്കി. അതോടെ പിന്നീട് വന്ന പണ്ഡിതന്മാരുടെ ജോലി മാറി. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഈ രണ്ടു ഷെയ്ഖുമാരും ക്രോഡീകരിച്ചുവെച്ച ആ വലിയ അറിവിനെ വിശദീകരിക്കുക, അതിനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാക്കുക എന്നതായി അവരുടെ പ്രധാന ദൗത്യം. പ്രത്യേകിച്ച് ഇമാം നവവിയുടെ പുസ്തകങ്ങൾ അത് വളരെ സംക്ഷിപ്തമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ആ വാക്കുകളെ വിശദീകരിക്കാൻ പുതിയ വ്യാഖ്യാനങ്ങൾ ആവശ്യമായി വന്നു. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഘട്ടം. ഇവിടെയാണ് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ കാണുന്നത്: ഇബ്നു ഹജർ അൽ ഹൈതമി, പിന്നെ ശംസുദ്ദീൻ അർ-റംലി. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു. അവർ രണ്ടുപേരും ഇമാം നവവിയുടെ മിൻഹാജ് എന്ന ആ പുസ്തകത്തിന് ഏറ്റവും ആധികാരികമായ രണ്ട് വ്യാഖ്യാനങ്ങൾ എഴുതി. ആ രണ്ട് പുസ്തകങ്ങൾ, തുഹ്ഫയും നിഹായിയും, ഇന്നുവരെ ഷാഫി മദ്ഹബിലെ അവസാന വാക്കായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നോക്കൂ, ഒരു സ്ഥാപകൻ തുടങ്ങുന്നു, ശിഷ്യന്മാർ അത് ഉറപ്പിക്കുന്നു, അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നു, പിന്നെ അതിനെ അരിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നു, ഒടുവിലതിനെ അവസാന രൂപം നൽകുന്നു. ഈ 1200 വർഷത്തെ യാത്രയുടെ അവസാനത്തിൽ നമ്മൾ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇത്രയും കാലം ഇതൊക്കെ എങ്ങനെ നിലനിന്നു? 1200-ലധികം വർഷങ്ങൾ. അതൊരു ചെറിയ കാര്യമല്ല. ഒരു സാമ്രാജ്യം പോലും അത്രയും കാലം നിലനിൽക്കില്ല. പക്ഷേ ഇതൊരു സാമ്രാജ്യമല്ല, ഇതൊരു വിജ്ഞാന പാരമ്പര്യമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം? എങ്ങനെയാണ് ഇത് സാധിച്ചത്? അതിന്റെ ഉത്തരം ഒന്നല്ല, ഒരുപാടുണ്ട്. 1, മുറിഞ്ഞുപോകാത്ത ഒരു ഗുരുശിഷ്യ പരമ്പര. 2, തുടക്കം മുതലേ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിവെച്ച ഒരു രീതി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തൻഖീഹ്, അതായത് തെറ്റുകൾ തിരുത്തിയും ശുദ്ധീകരിച്ചും മുന്നോട്ടു പോയൊരു സംസ്കാരം. തീർച്ചയായും വഴിത്തിരിവുകളുണ്ടാക്കിയ പണ്ഡിതന്മാരുടെ ആ ഒരു പ്രതിഭ. പിന്നെ പലപ്പോഴും ഭരണാധികാരികളിൽ നിന്നും കിട്ടിയ പിന്തുണ. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഇതൊരാളുടെ മാത്രം വിജയമാകാതെ തലമുറകൾ നീണ്ടുനിന്ന ഒരു കൂട്ടായ വിജയമായി മാറിയത്. അപ്പോൾ എല്ലാം ഒരു ഇൻസ്റ്റന്റായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ 1200 വർഷം പഴക്കമുള്ള ഈ ഒരു വിജ്ഞാന പാരമ്പര്യത്തിന്റെ കഥയ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത്? അറിവിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും തലമുറകളിലേക്ക് കൈമാറുന്നതിനെക്കുറിച്ചും ഇത് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി.